ആഹാ, കിട്ടി കിട്ടി കിട്ടിപ്പോയി കിട്ടിപ്പോയി. താ താ താ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, തലല്ലേ തലല്ലേ തലല്ലേ. അല്ല പാറു, ഇത്രയും നേരം ഉറങ്ങല? ഇനി എന്നെ കിട്ടില്ലല്ലോ. ആഹാ, അത് ശരി. കളിക്കാൻ നിക്ക. അവിടെ നിക്കടി. അയ്യോ, ഇനി എന്നെ കിട്ടൂലല്ലോ. പാറു വേണ്ട, വേഗം പോയി പല്ല് തേച്ച് വാ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പുറത്ത്, വേണമെങ്കിൽ അവരെ പോയി കണ്ടോ. ഫ്രണ്ട്സോ? അവര് വന്നോ? എന്നാ ശരി. ഈ അമ്മ അറിയണ്ട, ഫ്രണ്ട്സിനോട് പറയാം. നിങ്ങളിന്ന് നിറയെ പാവക്കുട്ടികളായിട്ടാ വന്നത്. നമുക്ക് പാറ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ നല്ല കുട്ടിയായിട്ട് രാവിലെ തന്നെ എണീറ്റു. അത് ഞങ്ങൾക്കറിയാം. പാറു അല്ലെങ്കിലും ഭയങ്കര മടിയത്തിയാണ്. നിങ്ങൾ ഇത്രയും നിറയെ പാവകളായിട്ട് വന്നത് ഏതായാലും നന്നായി. കുറേ പാവകൾ വാങ്ങണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്തിനാ, വിൽക്കാനാ? ഒന്ന് പോടാ അവിടുന്ന്. നമുക്ക് ഏതായാലും ഈ പാവക്കുട്ടികളൊക്കെ വെച്ചൊന്ന് കളിച്ചാലോ? ഇന്ന് ഏതായാലും പാവക്കുട്ടികളായിട്ട് തന്നെ കളിക്കാം. അത് എന്തായാലും നമ്മൾ പൊളിക്കും. ഈ രാവിലെ തന്നെ നിങ്ങൾ പാവക്കുട്ടികളായിട്ട് എന്തിനാ വന്നത്? ഓ, നീ എണീറ്റോ? ഞങ്ങൾ നിനക്കായി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എത്രയും നേരമാണോ നീ എണീക്കുന്നത്? അവൾക്ക് ഇതാ തോന്നുന്നുണ്ട് രാവിലെ. നമുക്ക് ഏതായാലും ഉച്ച ആയിട്ടുണ്ട്. ഉച്ചയോ? ഇത്ര പെട്ടെന്നോ? ആ, ഇത്ര പെട്ടെന്ന്. ഈ സമയം ഒന്ന് നോക്ക്, അപ്പൊ നിനക്കറിയാം ഈ പെട്ടെന്നാണോ അതോ വൈകിട്ടാണോന്ന്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനായിരുന്നു ഓടി വന്നത്. കാര്യമോ? അതെന്ത് കാര്യമാ? നമുക്ക് ഈ പാവക്കുട്ടികളായിട്ട് പിന്നീട് കളിക്കാം. ഇപ്പൊ ഞാൻ പറയുന്ന രഹസ്യം നിങ്ങൾ സൂക്ഷിച്ച് കേട്ടോ. എന്താണ്, വല്ല പണി ഒപ്പിക്കാനുള്ള പരിപാടിയിലാണോ? ചേച്ചി ഒന്ന് മിണ്ടാതിരുന്ന ഞാൻ പറയുന്ന കാര്യം കേട്ടോളി. ആ കേക്കാം കേക്കാം. എന്നാലും എന്താ അത്? അതൊക്കെയുണ്ട്. ഞാനീ സ്വപ്നത്തിലേ ഒരു താക്കോല് കണ്ടു. താക്കോലോ? അതെന്ത് താക്കോലാ? അങ്ങനെയുള്ള താക്കോല് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അതൊക്കെയുണ്ട്, അത് രഹസ്യ. അമ്മ കേക്കണ്ട. അമ്മ കേട്ടാ നമ്മളെ അങ്ങോട്ട് വിടൂല. അത് ശരി, അപ്പൊ പണി ഒപ്പിക്കാൻ തന്നെയുള്ള പുറപ്പാടാണ്. പണിയൊന്നും ഒപ്പിക്കണില്ല. ഞാൻ പറയണമെന്ന് ആദ്യം ഒന്ന് കേക്ക്. എന്നാ പറ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. എന്താണ് കാര്യം? അടുത്ത തല്ലിനുള്ള കോള് വന്നിട്ടുണ്ട്. പറഞ്ഞോ പറഞ്ഞോ. നിങ്ങളിങ്ങനെ തമാശ ആക്കിക്കൊണ്ടിരുന്നാ ഞാൻ പറയില്ല കേട്ടോ. പറയണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളെ കേട്ടാ ഞെട്ടും. ഞങ്ങൾ ഞെട്ടും. അവൾ പറയട്ടെ, നമുക്കൊന്ന് കേട്ടോക്കാം. പിന്നെ ഞാനീ സ്വപ്നത്തിലെ ഒരു താക്കോല കണ്ടു. എന്ത് താക്കോലെന്ന് അറിയണ്ടേ? ഒരു നിധിന്റെ താക്കോല. വലിയൊരു ബോക്സിൽ നിറയെ സ്വർണം. നിങ്ങൾക്ക് സ്വർണ്ണൊന്നും വേണ്ടേ? നിങ്ങൾ ചിരിച്ചോ ചിരിച്ചോ. ആ നിധി ഞാൻ മാത്രം എടുത്തിട്ട് ഞാൻ വലിയ കോടീശ്വരിയാവും. അപ്പോൾ കാണണ ഈ ചിരിട്ടോ. ഇവള് പറയുന്നത് സത്യമാണോ? ഇവള് പറയുന്നത് എങ്ങനെയാ സത്യാവുക? അവളുടെ സ്വപ്നല്ലേ അത്? അതൊക്കെ സത്യാവോ? അത് ശരിയാ. സ്വപ്നങ്ങളൊക്കെ ഞങ്ങളെങ്ങനെ വിശ്വസിക്കുക? സ്വപ്നം കണ്ടിട്ട് പോയിട്ട് അവിടെ വല്ല ഭൂതോ പ്രേതോ മറ്റുണ്ടെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യും? അതൊന്നും ഇല്ല, വാ പോകാം. എന്നാ ശരി, ഏതായാലും നമുക്ക് പോയി നോക്കാം. വേഗം വാ, അമ്മ കാണുന്നതിന് മുന്നേ നമുക്ക് മെല്ലെ മുങ്ങണം. ഞാനില്ലട്ടോ അമ്മയോട് പറയാതെ. അമ്മയോട് പറ എവിടേക്കെങ്കിലും പോവാന്ന്. അല്ലെങ്കിൽ അന്ന് തല്ല് കൊണ്ട പോലെ ഇന്നും തല്ലി തെളിയിക്കാനല്ലേ. ഞാൻ പറഞ്ഞോളാം. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് പാർക്കിലാണ്. അതുകൊണ്ട് ഈ പാർക്കിലേക്ക് തന്നെ നമുക്ക് പോവാം. അപ്പൊ അമ്മയോട് നമുക്ക് പാർക്കിൽ പോവാന്ന് തന്നെ പറഞ്ഞാലോ? അപ്പൊ അമ്മ നമ്മളെ വിടും. ദൈവമേ കാത്തോളനെ, മിണ്ടാതെ വാടാ. എന്റെ അമ്മേ, ഈ പാർക്കോ? അല്ല പാറു, നിനക്ക് എന്തിന്റെ കേടാ? ഇവിടെ വന്നിട്ട് എന്തെടുക്കാനാ? എനിക്ക് ഇവിടുന്ന് എവിടുന്ന നിധി കിട്ടുക? നിങ്ങളൊന്ന് വായടിച്ചാ. എൻ്റെ കയ്യിലേ ഒരു മാപ്പുണ്ട്. ഞാൻ സ്വയമായിട്ട് വരച്ച് വെച്ച മാപ്പാ. അത് നോക്കി നമുക്ക് പോകാം. നിന്റെ സ്വപ്നത്തിനൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങളില്ലട്ടോ. ഞങ്ങൾക്ക് പേടിയാ. നീ പറഞ്ഞിട്ടാ അമ്മയോട് പോലും പറയാതെ വന്നത്. അയ്യോ അയ്യോ, അതിനെന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ. അതാണ് ഞങ്ങളുടെ പേടി. സോഡാ കുപ്പി, നിന്റെ ബാഗിൽ ഞാനൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് എടുത്താ. ഇതാ നീ പറഞ്ഞ മാപ്പ്. ഈ മാപ്പിൽ എന്തുണ്ടെന്ന് വെച്ചിട്ടാ? ഇതിൽ സ്വർണ്ണാഭരണങ്ങൾ, വജ്രങ്ങൾ, അതെ, കടൽ കൊള്ളക്കാരുടെ കപ്പൽ പോലെ നിറയെ സാധനങ്ങളുണ്ട്. ഒന്ന് ഷൈൻ ചെയ്ത് നിർത്തോ? അതൊന്ന് തുറന്നു നോക്കാം. അതിൻ്റെ എന്താ ഉണ്ടാന്ന് നോക്കാം. ശരി. ഇതിലാണ്, ഈ മാപ്പാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് സ്വപ്നത്തിൽ കണ്ട എല്ലാം. അതിൽ കണ്ടില്ലേ ഒരു ആൽമരം? ആ ആൽമരത്തിലെ അതിൻ്റെ അടിയിലാണ് താക്കോലുള്ളത്. നമുക്ക് അവിടെ പോയി തപ്പാം. ഇവർക്ക് കുറേ താക്കോല് കിട്ടും. ഒന്ന് നെഗറ്റീവ് അടിക്കാതെ ഒന്ന് വരുന്നുണ്ടോ? ഓ ആയിക്കോട്ടെ മാഡം. പിന്നെ പാറു, നമുക്കിവിടെ കുറച്ച് കളിച്ചിട്ട് പോയാലോ? കളിക്കാനൊന്നും നേരമില്ല. നമുക്ക് വേഗം അവിടേക്ക് പോകാം.
എന്നാ ശരി, നമുക്ക് പോയി നോക്കാം. പാറു, ഇവിടെ നിന്ന് ആരും ഇല്ലട്ടോ. എൻ്റെ ബാഗിലിട്ട് നന്നായി. നമുക്ക് ഏതായാലും തിരിച്ചു പോകാം. തിരിച്ചു പോകാനാണോ നമ്മൾ വന്നത്? നമുക്ക് ഈ മരത്തിന്റെ ചുവട്ടിൽ നോക്കിയാലോ? അതേ പാറു, എനിക്കും ഇവിടെ കണ്ടിട്ട് നല്ല പേടിയുണ്ട്. നമുക്ക് തിരിച്ചു പോകാം. എന്താ പാറു നീ ഒന്നും പറയാത്തത്? നിങ്ങൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ദേ നോക്ക്, ഇവിടെ ആരുമില്ല. നിങ്ങളൊക്കെ ആരാ മക്കളെ? എവിടുന്നാ വരുന്ന എൻ്റെ കുട്ടികള്? നല്ല സൗന്ദര്യമുള്ള മുഖം. അത് പിന്നെ മുത്തശ്ശി, ഇവിടെ കുറേ സ്വർണങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടു, അതാ വന്നത്. സ്വർണങ്ങളോ? ആരാ നിങ്ങളോട് അതൊക്കെ പറഞ്ഞത്? ഇവിടെ സ്വർണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ഈ മുത്തശ്ശി വിചാരിച്ചാലേ കിട്ടുള്ളൂ. മനു, നമുക്കിവിടുന്ന് മെല്ലെ പോകാം. ആ മുത്തശ്ശിനെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുള്ള പോലെ. ശരിയാ നിമ്മി നീ പറഞ്ഞത്, എനിക്കും പേടിയായിട്ട് വയ്യ. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താ. നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോകാം. എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകുന്നേ? ഞങ്ങളൊന്നും വരില്ല. അതൊന്നും പറഞ്ഞാൻ പറ്റൂല, അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും നടക്കൂല. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. എടാ സോഡാ കുപ്പി, ആകെ കുഴപ്പമായോ? ഈ മുത്തശ്ശി നമ്മളെയും കൊണ്ടേ പോകൂ. അതെ അതെ, നിങ്ങളെ എല്ലാവരെയും എനിക്ക് വേണം. എടാ സോഡാ കുപ്പി, എനിക്ക് പേടിയാവുന്നു. മക്കളെൻ്റെ പിന്നാലെ വാ. വരാൻ. ഓ, എനിക്ക് പേടിയാവുന്നു. ദാ കണ്ടില്ലേ, ഞാൻ ഈ കുളത്തിലാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുളത്തിൽ തന്നെ താമസിക്കാം. കുളത്തിലോ? പാറു, അതെ, ഈ കുളത്തിൽ. ഇത് നമ്മളെ കൊല്ലാനുള്ള പണിയാ. അതെ, നമ്മളെ കടിച്ചു കീറും, എനിക്കുറപ്പാ. ഗൈസ്, ഒച്ച വെക്കല്ലേ, ആ മുത്തശ്ശി കേൾക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മെല്ലെ മുങ്ങാം. ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മുങ്ങാം. ഓക്കെ? എല്ലാവരും റെഡി ആയിരുന്നോളി. ഓക്കെ, റെഡി 1 2 3 ഗോ. പോയി രക്ഷപ്പെട്ടോ. നിങ്ങൾ ഇനി വരുമല്ലോ, അപ്പോൾ നിങ്ങളെ ഞാൻ പിടിച്ചോളാം. സമാധാനായി. ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ, അമ്മയോട് പറയാതെ എവിടേക്കും പോവേണ്ടെന്ന്. അമ്മയോട് പറയാതെ പോയാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നേരെ ആള് പറഞ്ഞത്. എങ്ങാനും നമ്മളെ ആ മുത്തശ്ശി പിടിച്ച് തിന്നിരുന്നെങ്കിൽ നമ്മളെ അമ്മയ്ക്ക് നമ്മൾ ഉണ്ടാവുമായിരുന്നോ? നമുക്ക് അമ്മേനെ കാണുമായിരുന്നോ? ആ മുതിർന്നവർ പറയുന്നത് എത്ര നേരം, വീട്ടിൽ പറയാതെ എവിടേക്കും പോകരുതെന്ന്. ഇനി ആര് തന്നെ വിളിച്ചാലും നമ്മൾക്ക് അവരുടെ കൂടെ പോകണ്ടട്ടോ. എന്തോ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ദേ അങ്ങോട്ട് നോക്കിക്കേ, നമുക്കിനി അതൊക്കെ വിടാം. അതൊന്നും നമ്മൾ മനസ്സിലിനി വെക്കണ്ട. അത് നമ്മൾ ആലോചിച്ചുകൊണ്ട് നിന്നാൽ പിന്നെ അമ്മയ്ക്ക് സംശയം തോന്നും. പിന്നെ അമ്മ നമ്മളോട് ചോദിക്കും, അമ്മയ്ക്ക് സങ്കടമാവും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അമ്മയോട് പറയണം. പറയാതിരിക്കാൻ പറ്റൂല. അത് നേരാ, നമുക്ക് പറയാം. ഹായ്, കുറേ ബലൂണ്, കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിലൊക്കെ കളിച്ചാലോ? നമുക്കേ ആ ഡോളിലൊക്കെ കളിക്കാം, നല്ല രസമായിരിക്കും. വാവ്, സൂപ്പർ ബലൂൺ. ദേ ആ മരത്തിലുണ്ടല്ലോ, ആ ബലൂൺ ഒന്ന് പറിച്ചെടുത്താലോ? ഞാനിപ്പോൾ തരാം. പോയി. നിങ്ങൾ ചോദിച്ച ബലൂൺ എങ്ങനെയുണ്ട്? എത്രങ്ങാനും കളറല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. വാവ്, നല്ല നല്ല കളർ. പപ്പയ്ക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാന്ന് പറഞ്ഞു. വാവ്, അങ്ങോട്ട് നോക്കിക്കേ, അതിനേക്കാളും മനോഹരം. ചാടാം ഇരിക്കാം നല്ല സ്പോഞ്ച് പോലെയുള്ള ബലൂൺ. അത് ബലൂൺ അല്ലല്ലോ.